ഞാൻ സുനൈദ് ഹബീബ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ ഞാൻ 2-3 കമൻറ്റ്സ് ശ്രദ്ധിച്ചായിരുന്നു. ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസ് ചെയ്യാവോ, ക്യാമറ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫോട്ടോ രൂപപ്പെടുത്താം, എങ്ങനെ ക്യാമറ പ്രവർത്തിക്കാം. ഒരു ഫോട്ടോ രൂപപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഷട്ടർ സ്പീഡ്, അപ്പേച്ചർ, ISO. അതിൽ ഷട്ടർ സ്പീഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, ക്യാമറയിൽ സെൻസറിലെ ലൈറ്റ് വരുമ്പോഴാണ് ഒരു ഫോട്ടോ രൂപപ്പെടുന്നത്. ഈ സെൻസറിൻ്റെ മുന്നിലുള്ള ഒരു ഷട്ടർ, ഒരു ഡോറ് പോലെയാണ് ഈ ഷട്ടർ പ്രവർത്തിക്കുന്നത്. ഡോർ തുറക്കുന്നു, ലൈറ്റ് വരുന്നു, ഡോർ അടയ്ക്കുന്നു, ഫോട്ടോ രൂപപ്പെടുന്നു. അപ്പോൾ ഈ ക്യാമറയിൽ എത്ര സമയം ലൈറ്റ് വരണം എന്ന് വെച്ചാൽ എത്ര സമയം ഈ ഡോർ ഓപ്പൺ ചെയ്ത് വെക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് ഷട്ടർ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നേരം തുറന്നു വെച്ചാൽ കൂടുതൽ ലൈറ്റ് വരും, പെട്ടെന്ന് തുറന്നടച്ചാൽ കുറച്ച് ലൈറ്റ് വരും. ഇതിനനുസരിച്ച് കൂടുതൽ നേരം തുറന്നു വെക്കാൻ നേരത്ത് കൂടുതൽ ലൈറ്റ് വരുന്ന കാരണം ഫോട്ടോ കൂടുതൽ ബ്രൈറ്റ് ആവുന്നു, കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നു. കുറച്ച് നേരം തുറന്നു വെക്കാൻ നേരത്ത് കുറച്ച് ലൈറ്റ് വരുന്നുള്ളൂ, അപ്പോൾ ഇമേജ് ഡാർക്ക് ആവുന്നു. അപ്പോൾ നമുക്കൊരു ഫോട്ടോ കൂടുതൽ ബ്രൈറ്റ് ചെയ്യണമെങ്കിൽ ഷട്ടർ കൂടുതൽ നേരം തുറന്നു വെക്കുക, അത്രയും ലൈറ്റ് വേണമെങ്കിൽ കുറച്ച് നേരം തുറന്നു വെക്കുക. നമ്മൾ ക്യാമറയിൽ നോക്കാൻ നേരത്ത് നമ്മൾ ഷട്ടർ സ്പീഡ് ചെക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് കാണാം 1/2000, 1/1000, 1/200, 1/400 ഇങ്ങനെയൊക്കെയാണ് ഷട്ടർ സ്പീഡ് കാണിക്കുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ 200 1 സെക്കൻഡിൽ 400 1 സെക്കൻഡിൽ 4000 ഇത്ര സമയം കൊണ്ട് നമുക്ക് 1 സെക്കൻഡിൽ 4000 കൊണ്ട് ഷട്ടർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ 1 സെക്കൻഡിൻ്റെ 200 കൊണ്ട് നമുക്ക് ഷട്ടർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ 30 സെക്കൻഡും വേണമെങ്കിൽ നമുക്ക് ഷട്ടർ തുറന്നു വെക്കാം. ഈ ലോങ് എക്സ്പോഷർ ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ ഷട്ടർ 30 സെക്കൻഡൊക്കെ തുറന്നു വെക്കേണ്ടി വരും. നമ്മൾ സ്റ്റാർസിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ നേരത്ത് നമ്മൾ ചിലപ്പം 25 സെക്കൻഡിലൊക്കെ കൂടുതൽ നമ്മൾ ഷട്ടർ തുറന്നു വെക്കേണ്ടി വരും. അത്രയും ലൈറ്റ്, സ്റ്റാർസിൻ്റെ ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് വരാൻ വേണ്ടി. ഈ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഷട്ടർ സ്പീഡും മോഷനും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നമ്മളൊരു ആക്ഷൻ ഫ്രീസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഷട്ടർ തുറന്ന് അടയ്ക്കേണ്ടി വരും. എന്ന് വെച്ചാൽ 1/2000 1/4000 യൂസ് ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് കുറച്ച് മോഷനൊക്കെ വേണമെങ്കിൽ നമ്മൾ ഷട്ടർ കുറഞ്ഞു വെക്കാം. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടും തോറും നമുക്ക് ആക്ഷൻ പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ പറ്റും. ഒരു ഫ്രെയിം പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ പറ്റും. എന്നാൽ അത്ര പെട്ടെന്നാണ് ഷട്ടർ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഷാർപ്നെസ് നമുക്ക് ലഭിക്കും. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഷട്ടർ സ്പീഡ് മോഷൻ ഫ്രീസ് ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നുവെന്ന് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫോട്ടോ ഞാൻ 1/25 ഷട്ടർ സ്പീഡിലിട്ട് എടുത്തതാണ്. ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒട്ടും ഷാർപ്പല്ല. ആ കുട്ടി ചാടിയപ്പോൾ അവിടെ മോഷൻ ബ്ലർ വന്നിരിക്കുന്നു. അപ്പം നമുക്ക് ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഷട്ടർ കൂട്ടുന്നു. 1/25 നിന്ന് 1/250 കൂട്ടുന്നു. ഈ ഫോട്ടോ എടുത്തത് 1/250 1/250 എടുത്തപ്പോൾ നമുക്ക് കാണാം ഫോട്ടോ ഷാർപ്പായിട്ടുണ്ട്, എന്നാലും നമ്മൾ വിചാരിച്ചത്ര മോഷൻ ഫ്രീസ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് മോഷൻ ഒന്നും കൂടി ഫ്രീസ് ആക്കാൻ വേണ്ടി നമ്മൾ ഷട്ടർ സ്പീഡ് 250 നിന്ന് 1/250 നിന്ന് 1/1000 ഇട്ട് ഈ ഫോട്ടോ എടുക്കുകയാണ്. ഈ 1/1000 ഫോട്ടോ എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം ഷാർപ്പായിട്ടുണ്ട്, ആക്ഷൻ കറക്റ്റായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്, ഫുള്ള് നല്ല ഷാർപ്പായിട്ട് നമുക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷട്ടർ സ്പീഡ് ആക്ഷനെ സ്വാധീനിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഷട്ടർ 1/200 ഇട്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ലൈറ്റ് കുറവാണ്. നമ്മളപ്പോൾ ലൈറ്റ് കൂട്ടാനായിട്ട് ഷട്ടർ സ്പീഡ് 100 ഇട്ടപ്പം നമുക്ക് കറക്റ്റ് എക്സ്പോഷർ കിട്ടി. നമുക്ക് ഇനിയും ലൈറ്റ് കൂടണമെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് 60 പോവാം, 50 പോവാം. ഷട്ടർ സ്പീഡ് 1/30 എത്തിയപ്പം ലൈറ്റ് നല്ലപോലെ കൂടി. അതുപോലെ തന്നെ നമ്മൾ ഷട്ടർ 200 തിരിച്ചെത്തിയപ്പം ലൈറ്റ് വീണ്ടും കുറഞ്ഞു. അങ്ങനെ ഷട്ടർ 320 പോയാൽ 1/320 പോയാൽ ലൈറ്റ് വീണ്ടും കുറയും. 1/500 പോയാൽ ലൈറ്റ് വീണ്ടും കുറയും. 1/1000 പോയാൽ ലൈറ്റ് ഒട്ടും ഇല്ലാതാവും. അപ്പോൾ ഷട്ടർ സ്പീഡ് ലൈറ്റിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.